ഉയിരിലലിയാൻ. രചനാ സംഭാഷണം രുദ്രപ്രിയ. നിലത്തേക്ക് വീണ ഓർണമെൻറ്റ്സിലും കൺമണിയെയും കാശി മാറി മാറി നോക്കി. ഞാനത് കൺമണി ചുമരിൽ ചാരി നിന്നു. കണ്ണ് നിറഞ്ഞുപോയി. നെഞ്ച് പടപടാന്ന് മിടിക്കുന്നു. ഹൃദയം ഇപ്പോൾ പൊട്ടിത്തെറിക്കുമെന്ന് അവൾക്ക് തോന്നി. സ്വതവേ വലിയ കണ്ണുകൾ ഇപ്പോൾ കുറച്ചുകൂടി പുറത്തേക്ക് തള്ളി. അവളുടെ മാറിടം ക്രമാതീതമായി ഉയർന്നു താണു. വാബ്ഡ്രോവിൻ്റെ കീ കണ്ടില്ല, അതാണ് ഞാൻ. അവളുടെ അവസ്ഥ കാശിക്ക് മനസ്സിലായി. ഒന്നും മിണ്ടാതെ അവളിൽ നിന്ന് നോട്ടം മാറ്റി. കൺമണി എന്ത് ചെയ്യണമെന്നറിയാതെ നിറഞ്ഞ് അവിടെ തന്നെ നിന്നു. അവളുടെ അനക്കമൊന്നും കാണാത്തത് കൊണ്ട് കാശി പിന്തിരിഞ്ഞു. വൈ ആർ യു സ്റ്റേ ദെയർ? ടേക്ക് ദ മോൾ. അവളുടെ മുഖത്ത് നോക്കി അടുത്ത ചോദ്യം തൊടുത്ത് വിട്ടു. അവൾ വേഗം നിലത്തു നിന്നും ഓർണമെൻറ്റ്സ് എല്ലാം പെറുക്കിയെടുത്ത് കാശിയുടെ അടുത്തേക്ക് ചെന്നു. ഇതൊക്കെ എവിടെയാ വെക്കേണ്ടത്? രണ്ട് കൈയും നെഞ്ചിൽ കെട്ടിവെച്ചുകൊണ്ട് കാശി അവളെയും നോക്കി നിന്നു. എനിക്ക് അറിയാഞ്ഞിട്ടാണ്. അവൻ്റെ നിൽപ്പും ഭാവവും കണ്ട് കൺമണി പറഞ്ഞു. കാശി വാർഡ്രോബിൻ്റെ കീ എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു. കൺമണി ഇടം കൈ കൊണ്ട് ആഭരണങ്ങൾ ഒതുക്കി വലത് കൈകൊണ്ട് കീ വാങ്ങി ഡ്രോ തുറന്നു. അപ്പോഴേക്കും കയ്യിലിരുന്ന വളയിലൊരെണ്ണം നിലത്തേക്ക് വീണു. അതെടുക്കാൻ കാശി കുനിഞ്ഞ അതേ നിമിഷം കൺമണിയും കുനിഞ്ഞു. രണ്ടുപേരുടെയും തലകൾ കൂട്ടിയിടിച്ചു. ആ! കാശി തലയിൽ കൈ ചേർത്ത് വിളിച്ചു. ഓ ഡാമിറ്റ്! അവൻ ചാടി എഴുന്നേറ്റു. തലയിൽ തടവിക്കൊണ്ട് കൺമണിയും എഴുന്നേറ്റു. അവൻ്റെ നോട്ടം കണ്ട് അവൾ വേഗം ഓർണമെൻറ്റ്സ് ഡ്രോയ്ക്കുള്ളിൽ വെച്ചു. സോറി, ഞാൻ എടുത്തോളാം. ടവൽ വലിച്ചെടുത്ത് കാശി ബാത്റൂമിനുള്ളിലേക്ക് കയറി ഡോർ വലിച്ചടച്ചു. അത് കേട്ട് കൺമണി ഞെട്ടിപ്പോയി. അവൾ വേഗം ധാവണിയുടെ തുമ്പ് ഇടുപ്പിൽ ഉയർത്തി കൊത്തിക്കൊണ്ട് ബെഡിനടിയിൽ വളയും തിരഞ്ഞു കയറി. ഉരുണ്ടുപോയ വള മൂലയറ്റത്തായി കിടക്കുന്നുണ്ട്. ഒരു വിധത്തിൽ കട്ടിലിനടിയിൽ ഇഴഞ്ഞു കയറി വളയുടെ അടുത്തെത്തി. ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്ന കാശി നോക്കുമ്പോൾ അവളെ അവിടെയൊന്നും കണ്ടില്ല. ഇത്ര പെട്ടെന്ന് എവിടെ പോയി എന്ന് നോക്കുമ്പോൾ കട്ടിലിനടിയിൽ അനക്കം. അങ്ങോട്ട് ഈസിയായി കയറിയെങ്കിലും തിരികെ ഇറങ്ങാൻ പറ്റുന്നില്ല. അപ്പോഴാണ് കാശി ബെഡിൻ്റെ താഴെ കുത്തിയിരുന്ന് അവളെ നോക്കുന്നത് കണ്ടത്. ഞാൻ വളയെടുക്കാൻ വലത് കൈയിൽ വളയുമായി നീർക്കോലിയെ പോലെ തല പൊക്കുമ്പോൾ കട്ടിലിൽ തലയിടിച്ചു. പൊടുന്നനെ കണ്ണുമടച്ച് തല താഴ്ത്തി. ഇതെന്തൊരു ജന്മമാ! അവൾക്ക് തനിയെ ഇറങ്ങാൻ കഴിയില്ലെന്ന് കാശിക്ക് മനസ്സിലായി. അവൻ അല്പം കുനിഞ്ഞ് അവളുടെ രണ്ട് കൈയും പതിയെ മുന്നോട്ട് വലിച്ചു. ഇപ്പോൾ പകുതിയിൽ കൂടുതൽ പുറത്തേക്ക് വന്നു. തനിയെ എണീക്കാൻ പറ്റില്ല. കിടന്നു നുളയുന്നത് കണ്ട് കൈത്തണ്ടയിൽ അല്പം ബലമായി തന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. കാശി അത്രയും മുറുക്കി പിടിച്ചപ്പോൾ കൺമണിക്ക് വേദനിച്ചു. പെട്ടെന്ന് കണ്ണ് നിറഞ്ഞു. ഇനി മേലിൽ ഇതുപോലുള്ള കോപ്രായങ്ങൾ കാണിച്ചാൽ ഞാൻ ചവിട്ടി പുറത്താക്കും. അത്രയും പറഞ്ഞുകൊണ്ട് കാശി ചാടിത്തുള്ളി പുറത്തേക്ക് പോയി. അവൾ കണ്ണ് തുടച്ചുകൊണ്ട് വള വാർഡ്രോബിനുള്ളിലെ മറ്റു സ്വർണത്തോടൊപ്പം വെച്ചു. അഴിഞ്ഞു കിടന്ന മുടി കുളിപ്പിന്നലിട്ട് പിന്നി ബാക്കി ഭാഗം വിടർത്തിയിട്ടു. നെറ്റിയിൽ സിന്ദൂരം പാതി മാഞ്ഞു കിടപ്പുണ്ട്. ധാവണി നേരെയാക്കി റൂമിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവളെ കൂട്ടാനായി രാഗിണി വന്നു. ഞാൻ മുന്നേ വന്ന് നോക്കുമ്പോൾ മോള് നല്ല ഉറക്കമായിരുന്നു. അതാണ് വിളിക്കാതെ പോയത്. ചായയും പലഹാരവും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, വായോ കഴിക്കാം. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ രാഗിണി അവളോട് നല്ല രീതിയിൽ എടുത്തു. താഴേക്കിറങ്ങി വരുന്ന കൺമണിയെ നിറഞ്ഞ മനസ്സാലെ നോക്കിയിരുന്നു അമ്മ. കൺമണിയെ കാണുമ്പോൾ ഗൗരിമോളെ വാർത്ത് വെച്ചിരിക്കുന്നത് പോലെയുണ്ട്, ശേഖരൻ മനസ്സിൽ പറഞ്ഞു. അവൾ ധാവണിയിൽ അതിസുന്ദരിയായിരുന്നു. എന്നാൽ ആ വേഷത്തിലും ജ്വലിച്ചു നിൽക്കുന്ന അവളുടെ സൗന്ദര്യം കണ്ടപ്പോൾ മിത്രയുടെയും തങ്കത്തിൻ്റെയും മനസ്സിൽ അസൂയയായിരുന്നു. ഇട്ടിരുന്ന ആഭരണങ്ങളെല്ലാം അഴിച്ചു മാറ്റിയിട്ടുണ്ട്. കാതിൽ ജിമിക്കയും കഴുത്തിൽ താലിമാലയും മാത്രമേ ഉള്ളൂ. രണ്ട് കൈ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇതെന്താ മോളെ, കയ്യിൽ കിടന്ന വളയൊക്കെ നീ എന്തിനാ അഴിച്ചു മാറ്റി വെച്ചത്? ഓരോന്ന് വിധം ഇടാമായിരുന്നില്ലേ? അവളുടെ കൈ പിടിച്ച് പരിശോധിക്കുമ്പോഴാണ് ഇരു കൈകളുടെയും വലത് മുട്ടിന് മുകളിലായി ചുവന്ന് തടിച്ച പാട് കണ്ടത്. അയ്യോ, ഇതെന്ത് പറ്റിയതാ മോളെ? രണ്ട് കൈയും ചുവന്നിട്ടുണ്ടല്ലോ. കാശി പെട്ടെന്ന് കൺമണിയെ നോക്കി. പെട്ടെന്ന് വന്ന ദേഷ്യത്തിൽ മനഃപൂർവ്വം അവൾക്ക് വേദനിക്കാൻ വേണ്ടി ചെയ്തതാണ്. അമ്മയോട് പറയുമോ? പറയുമെങ്കിൽ പറയട്ടെ. ഞാൻ റൂമിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ വീണു. വെള്ളം കിടക്കുന്നത് കണ്ടില്ല. സൂക്ഷിക്കണേ മോളെ. എൻ്റെ കൊച്ചേ, നിൻ്റെ വീട്ടിലെ ചാണകം മെഴുകിയ തറയൊന്നുമല്ല, ടൈൽസാണ്. നോക്കി നടന്നില്ലിൽ പണി കിട്ടും. തങ്കം കിട്ടിയ അവസരം മുതലാക്കി. അത് കേട്ടപ്പോൾ കൺമണിക്ക് മനസ്സിലായി അവളെ കളിയാക്കുകയാണെന്ന്. അവളുടെ കണ്ണ് നിറഞ്ഞു. കാശി അത് കണ്ടെങ്കിലും ഒന്നും മിണ്ടിയില്ല. തങ്കം, മറ്റുള്ളവരെ കുത്തി നോവിക്കുന്ന നിൻ്റെ ഈ സ്വഭാവം നന്നല്ല. നിനക്കത് ദോഷമേ ചെയ്യൂ, ഓർത്തോ. മോളിരിക്ക്, ചായ കുടിക്കാം.
പത്മം തന്നെ അവളുടെ ഗ്ലാസ്സിലേക്ക് ചായ പകർന്നു കൊടുത്തു. കഴിക്കാനുള്ള അച്ചപ്പവും കുഴലപ്പവും പഴംപൊരിയും എല്ലാം എടുത്തു കൊടുത്തു. അതിൽ നിന്നും പഴംപൊരി മാത്രം കയ്യിലെടുത്ു. എനിക്കിത് മതി അമ്മേ. പിന്നെ ഏറെ നേരം അമ്മാവനോടും ശേഖരമാമനോടും സംസാരിച്ച് അവരോടൊപ്പം തന്നെ അവൾ സമയം ചെലവഴിച്ചു. മേല് കഴുകി പുറത്തേക്ക് വരുമ്പോൾ റൂമിന് പുറത്ത് രാഗിണി നിൽക്കുന്നുണ്ടായിരുന്നു. അവളെ വിളിക്കാൻ എന്താന്നുള്ള സംശയമുണ്ടായിരുന്നു. എങ്കിലും രാഗിണിയോടൊന്നും ചോദിച്ചില്ല. റൂമിലേക്ക് ചെല്ലുമ്പോൾ അമ്മ സെറ്റുമുണ്ടും പാലയ്ക്കാമാലയും മുല്ലപ്പൂവും ഒക്കെ എടുത്തു വെച്ചിരിക്കുന്നു. എല്ലാം നോക്കി അവൾ അനങ്ങാതെ നിന്നു. മോൾ എന്താ ആലോചിച്ച് നിൽക്കുന്നത്? ഇതൊക്കെ ഒരു ചടങ്ങാണ്, അങ്ങനെ മാത്രം വിചാരിച്ചാൽ മതി. അമ്മയോട് മോളോട് ഒരു കാര്യം പറയാനുണ്ട്. അമ്മ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ മോൾ സങ്കടപ്പെടുകയോ ഞങ്ങളെ വെറുക്കുകയോ ചെയ്യരുത്. എൻ്റെ ഏട്ടൻ ഏട്ടൻ്റെ മകൾ, അതായത് കാശിയുടെ മുറപ്പെണ്ണ് ഗൗരിയുമായി അവൻ്റെ വിവാഹ നിശ്ചയം ഉറപ്പിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഞാനും മാധവേട്ടനും ഗൗരിയും കൂടി യാത്ര പോയപ്പോൾ സംഭവിച്ച ആക്സിഡൻറ്റിൽ എനിക്ക് മാധവേട്ടനെയും ഗൗരിയെയും നഷ്ടമായി. ഇടുപ്പിന് താഴോട്ട് ചലനം നഷ്ടപ്പെട്ട ഞാൻ ഈ വീൽ ചെയറിലുമായി. അതിനുശേഷം കാശി ഇവിടെ നിൽക്കാൻ പോലും താല്പര്യം കാണിച്ചില്ല. അത്രമാത്രം അവളുടെ ഓർമ്മകൾ അവനെ തളർത്തിയിരുന്നു. കാശിയെ ഗൗരി അത്രയ്ക്കും ഇഷ്ടപ്പെട്ടിരുന്നു. അന്ന് മോളെ പെണ്ണ് കാണാൻ വന്നപ്പോൾ അവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത് ഞങ്ങളുടെ ഗൗരിമോളാണ് മുന്നിൽ വന്ന് നിൽക്കുന്നതെന്നാണ്. അത്രമാത്രം സാമ്യമുണ്ട് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ. കാശി പാവമാണ് മോളെ. ഈ മുൻദേശവും എടുത്തുചാട്ടവും ഒക്കെ മാറ്റിവെച്ച് കഴിഞ്ഞാൽ അവൻ നിന്നെ പൊന്നുപോലെ സ്നേഹിക്കും. അവന് കഴിയും. പക്ഷേ അവൻ്റെ മനസ്സിലെ ഏറ്റവും മുറിവ് ഇതുവരെ ഉണങ്ങിയിട്ടില്ല. അതിനിതുവരെ മരുന്നാകാൻ ആർക്കും കഴിഞ്ഞില്ല. നിനക്കത് കഴിയുമെന്ന് അമ്മയ്ക്ക് വിശ്വാസമുണ്ട്. നിന്നെ ഒരു പരീക്ഷണ വസ്തുവാക്കാൻ വേണ്ടി കൊണ്ടുവന്നതല്ല. അവൻ്റെ ഈ സ്വഭാവമൊക്കെ മാറി നിങ്ങൾ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് ഞങ്ങൾക്ക് കാണണം. അതിനിങ്ങനെ പേടിച്ച് പതുങ്ങി മറഞ്ഞ് നിൽക്കുകയല്ല വേണ്ടത്. ധൈര്യത്തോടു കൂടി അവൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കണം, സംസാരിക്കണം. അമ്മ പറയുന്നത് മോൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടെന്ന് കൺമണി തലകുലുക്കി. അപ്പോൾ രാഗിണി മോളെ സഹായിക്കും ഇതൊക്കെ ഉടുക്കാൻ. സുന്ദരിയായിട്ട് വേണം നീ അവൻ്റെ അടുത്തേക്ക് പോകാൻ. എന്തെങ്കിലും പറഞ്ഞാൽ മാറി നിന്ന് കണ്ണു നിറച്ച് നിൽക്കരുത് കേട്ടോ. തിരിച്ച് ചുട്ട മറുപടി കൊടുക്കണം. നിന്റെ കഴുത്തിൽ അവൻ കെട്ടിയ ഈ താലി അവനുള്ള പൂർണ്ണ അവകാശം നിനക്ക് തരുന്നുണ്ട്. സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ രാഗിണി സെറ്റുമുണ്ടും വളരെ ഭംഗിയായി കൺമണിയെ ഉടുപ്പിച്ചു. മുല്ലപ്പൂ അവളുടെ തലയിൽ ചൂടി കൊടുത്തു. ഒരു ഗ്ലാസ് പാലും എടുത്ത് അവളുടെ കയ്യിലേൽപ്പിച്ചു. കൺമണിയുടെ കവിളിൽ പത്മം ചുണ്ടു ചേർത്തു. രാഗിണി മോളെ റൂം വരെ കൊണ്ടുവിട്. അവരോടൊപ്പം പോകുമ്പോൾ കൺമണിയുടെ മനസ്സ് നിറയെ അമ്മ പറഞ്ഞ കാര്യങ്ങളായിരുന്നു. ഗൗരവ കൊണ്ടായിരിക്കും ആൾ എന്നെ മുഖത്ത് പോലും നോക്കാത്തത്. എന്നാൽ പിന്നെ ഇഷ്ടമില്ലെങ്കിൽ എന്തിനാ കല്യാണം കഴിച്ചത്? മനസ്സിൽ മറ്റൊരു പെൺകുട്ടിയെ വെച്ചുകൊണ്ട് എൻ്റെ ജീവിതം എന്തിനാ ഇല്ലാതാക്കിയത്? ഓരോന്ന് ഓർക്കുമ്പോൾ കണ്ണ് നിറഞ്ഞു പോയി. കരച്ചിൽ ചുണ്ടുകൊണ്ട് കടിച്ചു പിടിച്ചു. കൺമണിയെ റൂം തുറന്ന് അകത്തേക്കാക്കി രാഗിണി താഴേക്ക് പോയി. ഒരു നിമിഷം അവിടെ തന്നെ നിന്നു. അകത്തേക്ക് പോകണമോ വേണ്ടയോ എന്നോർത്ത്. പിന്നെ രണ്ടും കൽപ്പിച്ച് തന്നെ അവൾ അകത്തേക്ക് പോയി. ടേബിളിൻ്റെ മുകളിൽ പാൽ ഗ്ലാസ് വെച്ചു. ബെഡിനൊരറ്റത്തായിരുന്നു. റൂമിൽ നോക്കുമ്പോൾ അവിടെ ഒന്നും കാശിയെ കണ്ടില്ല. വൈകുന്നേരം അല്പം കിടന്നതുകൊണ്ട് കൺമണിക്ക് ഉറക്കവും വന്നില്ല. അവളൊന്ന് എഴുന്നേറ്റ് ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിന്നു. ഡോർ അടയുന്ന ശബ്ദം കേട്ടത്. കൺമണി തിരിഞ്ഞു നോക്കുമ്പോൾ കാശിയാണ്. ഒരു ട്രാക്ക് പാൻറ്റും റെഡ് കളർ ടീഷർട്ടും. കൺമണിയോട് ഒന്നും ചോദിക്കുകയോ പറയുകയോ ചെയ്യാതെ തന്നെ കാശി ബെഡിൽ കയറി കിടന്നു. AC ഓണാക്കി. കൺമണി അല്പം കൂടി ആലോചിച്ച് നിന്നു എന്ത് ചെയ്യണമെന്ന്. പിന്നെ രണ്ടും കൽപ്പിച്ചുകൊണ്ട് ബെഡിൽ നിന്നിറങ്ങി തലയും ഷീറ്റും എടുത്തുകൊണ്ട് നേരെ നിലത്തേക്ക് വിരിച്ച് അവിടെ കിടന്നു. അവൾ നിലത്തേക്ക് കിടക്കുന്നതും മറ്റും കാശി കാണുന്നുണ്ടായിരുന്നു. രാവിലെ കൺമണി എഴുന്നേറ്റ് കുളിച്ച് വേഷം മാറി താഴേക്ക് പോയി. രാഗിണി അടുക്കളയിൽ ജോലിയിലാണ്. അവളെ കണ്ടപ്പോൾ തന്നെ രാഗിണി ഒരു ഗ്ലാസ് ചായ അവളുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തു. വേണ്ട ചേച്ചി, എനിക്ക് രാവിലെ ചായ കുടിക്കുന്ന ശീലമില്ല. അതിനെന്താ കുഞ്ഞെ, ഇപ്പോൾ തരാം കട്ടൻ കാപ്പി.